ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ നൈറ്റ് മെയിൻ എന്ന് പറഞ്ഞ മാൻവയുടെ ഫംഗ്ഷനാണ്. ഇതെന്ന് പറയുന്നത് ജ്ഞാനവിഷ് എന്ന് പറഞ്ഞ മാനവയുടെ ഒരു പ്രീക്വലാണ്. ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ നടക്കുന്നത്. ഇതിനകത്ത് പറയുന്ന മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ ജ്ഞാനവിഷിൻ്റെ അകത്ത് ഡിമോണിക് ഫസ്റ്റ് ഹെമിയ ഡീമനാണ് ഇതിനകത്തെ മെയിൻ ക്യാരക്ടർ. ആ ഫസ്റ്റ് ഹെമിയ ഡീമന്റെ സ്റ്റോറീസും ഫൈറ്റും പുള്ളി ഇത്ര പവർഫുൾ ആയതും അങ്ങനെയൊക്കെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് പറയുന്നത്. കഥയുടെ തുടക്കത്തിലാണെങ്കിൽ ഏതോ ഒരു വയസ്സായുള്ള ഒരാള് അവിടെ മരിച്ചു കിടക്കുന്നു. അതിനെ നോക്കിയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറും അയാളെ തന്നെ നോക്കിയിരിക്കുന്നു. എൻ്റെ മെയിൻ ക്യാരക്ടർ പറയുന്നു, എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചിരിക്കുകയാണ്, പുള്ളി ആരാണ്ട് കൊന്നേക്കുവാണ്, രണ്ടായിട്ട് മുറിച്ച്. അങ്ങനെയാണ് പുള്ളി മരിച്ചിരിക്കുന്നത്. പക്ഷെ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നില്ല, എനിക്ക് സങ്കടവും തോന്നുന്നില്ല. എനിക്ക് ആകെ കൂടെ ഉള്ള ഒരു ഫാമിലി മാത്രമായിരുന്നു ഗ്രാൻഡ് ഫാദർ. ഇത്രയും മോശമായ ഒരു മനുഷ്യനാണ് ഞാനെന്നല്ലേ. എന്നിട്ട് MC-യുടെ പാസ്റ്റിലേക്ക് പോകണം. പാസ്റ്റ് ആലോചിക്കുകയാണ് MC. ഗ്രാൻഡ് പാ നോക്ക്, ഇത് സ്പിരിറ്റ് കണക്ഷൻ ഹെർബാണ്. ഓ, നീ വന്നോ, ഗുഡ് വർക്ക്. ഞാൻ ഗ്രാൻഡ് പാ പറഞ്ഞ പോലെ എന്റെ കിഴക്കൻ ഭാഗത്തെല്ലാം നോക്കി, അവിടെ വെച്ചാണ് ഇത് കണ്ടുപിടിച്ചത്. ഓ, ഇത് അല്പം വലിപ്പമുള്ളതാണല്ലോ, നമുക്ക് ഏതാണ്ട് 5 ഞാൻ ഇതിന് കിട്ടും. പക്ഷെ അവിടെ ഒരു കുറുക്കൻ്റെ മടയുണ്ടായിരുന്നു ഈ ഹെർബ് ഞാൻ കണ്ടുപിടിച്ചെടുത്ത്. പിന്നെ ആ കുറുക്കൻ്റെ മടയിൽ കുറെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അമ്മ അവിടെ ഇല്ലായിരുന്നു. സോ നീ അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നോ? ഞാൻ എന്തിനാ അതിനെ കൊല്ലുന്നത്? ഇനി അതിൻ്റെ അമ്മ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടാൽ അത് വളരെ വിഷമിക്കില്ലേ? ആ, ശരിയാ, നീ അങ്ങനെ നല്ല കാര്യമാണ് ചെയ്തത്. നീ അതവിടെ വെക്ക്, എന്നിട്ട് നമുക്ക് അത്രയും കഴിക്കാം. ഓക്കെ ജിയോ, മുത്തച്ഛനൊരു കാര്യം ചെയ്യുന്നു, മുത്തച്ഛന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു. വാ, നിന്റെ ട്രൂ നേച്ചർ, അത് നീ നിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന നിന്റെ ട്രൂ നേച്ചർ, അത് ആരുടെയും മുമ്പിൽ റിവീൽ ചെയ്യാൻ പാടില്ല. ഐ ആം സോറി ഗ്രാൻഡ് പാ, ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആ പ്രോമിസ് നടത്താൻ പറ്റുമെന്ന്. MC എന്നിട്ട് അവിടെ കടന്ന ഒരു സൈറ്റ് എടുത്ത് മുമ്പിലേക്ക് ഓടുകയാണ്. അതിന് ശേഷം കാണിക്കുന്നത് സോങ്യാങ് എന്ന് പറഞ്ഞ ഒരു കൺട്രി ലെവൽ ഡിവിഷനാണ് കാണിക്കുന്നത്. അവിടെ ഒരു ക്യാരേജിൽ കുറേ പേരെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടുത്തെ ആളുകൾ അവരെ തെരു വിളിക്കുകയും പറയുകയും ഇടയ്ക്ക് കൂവുകയൊക്കെ ചെയ്യുകയാണ് അവരെ നോക്കി. അവരിങ്ങനെ പറയുന്നു, അവരെ ഒന്ന് നോക്ക്, ജസ്റ്റ് അവരെല്ലാം ക്രിമിനൽസ് ആണ്, പിന്നെ മൗണ്ടൈൻ ബാൻഡിറ്റ്സ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാളിങ്ങനെ പറയുന്നു, അതാരാണ്? അവന് മാത്രമേ ഒരു ക്യാരേജ് ഫുള്ള് കൊടുത്തേക്കുന്നത്, എവിടെ? അപ്പോൾ നമ്മുടെ MC-നെ കാണിക്കുന്നു. അവനൊരു ക്യാരേജ് ഞാൻ ഒറ്റയ്ക്ക് മുറിവുകളോടെ കയ്യിൽ വിലങ്ങുമായിട്ടിരിക്കുന്നു. അവൻ ചെറുപ്പമാണ്, ചിലപ്പോൾ നമ്മുടെ യങ് മാസ്റ്ററിൻ്റെ അതേ ഏജിലൊപ്പം. പക്ഷെ നമ്മളവനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവൻ ചെറുപ്പമെന്നത് അവനായിരിക്കും ആ കൂട്ടത്തിലെ തന്നെ ഏറ്റവും വേസ്റ്റ് ക്രിമിനൽ. എനിക്കും തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവൻ ആ ക്യാരേജ് ഫുൾ കിട്ടിയത്. നിനക്ക് മിക്കവാറും ഒരു പേടിയും കാണത്തില്ല, കാരണം നീ മുറിയിൻ്റെ പാർട്ടായണ്ട. പക്ഷെ നീ തന്നെ അതിശയിച്ചു പോകും. അവൻ ഒരു സൈറ്റ് വെച്ച് എത്ര പേരെയാണ് കൊന്നതെന്ന് പറഞ്ഞാൽ ജനങ്ങളെ അവനെ സൈറ്റ് കില്ലർ ഡീമൺ എന്നാണ് വിളിക്കുന്നത്. സോ അവനൊരു കൊലയാളിയാണ്. ഡോണ്ട് ബി ലൈക്ക് ദാറ്റ്. സോ ഇത്തവണ നിനക്ക് ഏതുതരം റിക്വസ്റ്റാണ് എന്നോട് ചോദിക്കാനുള്ളത്? എനിക്ക് ഒരാളെ ഹയർ ചെയ്യണം, ഒരാൾ വളരെ ചെറുപ്പവും പിന്നെ അയാൾ മരിച്ചാലും ആരും തിരിഞ്ഞു നോക്കാത്ത ഒരാളും. അപ്പോൾ MC-യുടെ നേർക്ക് ഒരാൾ കല്ലെറിയുന്നു. MC-യുടെ തലയിട്ട് ചോര പൊടിയുന്നു. അപ്പോൾ MC-യുടെ നേർക്ക് ആരാണ്ട് കല്ലെറിയുന്നു. നിനക്ക് സാധാരണ ശിക്ഷയല്ല വേണ്ടത്, അതിനേക്കാളും ഭയാനകമായ ഒരു ശിക്ഷയാണ് നിനക്ക് നീ ഡിസർവ് ചെയ്യുന്നത്. എന്നിട്ട് MC-യുടെ നേർക്ക് ആൾക്കാർ കൂവി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ആ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആ ഷോപ്പിൽ ഇരുന്ന അയാൾ MC-നെ കണ്ടെന്ന് ഞെട്ടുന്നു. എനിക്ക് നിന്നോട് ഇനിയൊരു റിക്വസ്റ്റ് ആയിട്ടൊന്നുമില്ല. എന്തു പറ്റി? നീ എന്നെ ഇവിടെ വിളിച്ചെത്തിയില്ലേ? ഫൗണ്ട്. അയാൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി MC-യുടെ അടുത്തേക്ക് പോകുന്നു. ഫൗണ്ട്, ഇവനാണ് ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ്. പിന്നീട് കാണിക്കുന്നത് ഇന്നർ കാസിൽ ഓഫ് സോങ്യാങ് കൗണ്ടി ഗോൾഡൻ ജെയിൻ ഹാൾ എന്ന് പറഞ്ഞ MC-നെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് MC-യുടെ ഓർമ്മകൾ കാണിക്കുകയാണ്. ദാറ്റ് ഇംപ്രസീവ്. ആരാണാവോ നമ്മളെ പിന്തുടർന്ന് നിന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇതൊരു ചെറിയ പയ്യനാണല്ലോ, അവനൊരു രാക്ഷസനായിരുന്നു. അവിടെ ഈ വില്ലനാണെങ്കിൽ MC-യുടെ കഴുത്തിനെ പിടിച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇവൻ മറ്റുള്ളവരെക്കാളും ഡിഫറെൻ്റാണ്. ഞാൻ അവസാനം എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊല്ലുന്നതിനെ കണ്ടുപിടിച്ചു. പക്ഷേ ഇവൻ എന്നെ ഒറ്റയടിക്ക് തോൽപ്പിച്ചു. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇനിയും ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്താലും
എംസിനെ നോക്കിയാണ് പറയുന്നു. റിസൾട്ട് ഒരുപോലെ ആയിരിക്കും. അയക്കാൻ എനിക്ക് ഒരു വഴികളും കിട്ടുന്നില്ല ഇവനെ കൊല്ലാൻ വേണ്ടി. മാർഷൽ ആർട്സ്, ഞാൻ മാർഷൽ ആർട്സ് പഠിക്കുകയാണെങ്കിൽ എനിക്ക് അവനെ തോൽപ്പിക്കാൻ സാധിക്കുമോ? എനിക്ക് അതിനുള്ള ചാൻസ് കിട്ടുമോ? എനിക്കിനി ഒരു സെക്കൻഡ് ചാൻസ്. പെട്ടെന്ന് എംസിയുടെ അടുത്തേക്ക് ഒരു പുക വരികയാണ്. എംസി അത് കണ്ട് ഞെട്ടുന്നു. അവിടെ എങ്ങനെ തീ പിടിച്ചോ? സ്മോക്ക്? നോ, ഇതൊരു വ്യത്യസ്തമായ സ്മെല്ലാണല്ലോ. ഞാൻ എല്ലാ തരത്തിലുള്ള ഔഷധങ്ങളും മണത്തും കഴിച്ചു നോക്കിയിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഇരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാവലിൽ നിന്നിരുന്ന ഓഫീസേഴ്സ് മങ്ങി വീഴുകയാണ്. അപ്പോൾ എംസി കണ്ടുപിടിക്കുകയാണ് ഇതെല്ലാവരും ബോധം കെടുത്തുന്ന ഒരു സ്മോക്കാണെന്ന്. എംസിയും അങ്ങനെ പതിയെ ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ എംസി ഇരുന്നുകൊണ്ടിരുന്ന പ്രസന്റെ തടവറയുടെ വാതിൽ ആരോ തുറക്കുകയാണ്. അങ്ങോട്ടേക്ക് ആരോ നടന്നു കയറും. അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കൊല്ലാൻ എന്ന പോലെ അവൻ്റെ നേരെ കൈ നീട്ടാൻ കിട്ടുന്നു. അപ്പോൾ തന്നെ എംസി ചെറുതായിട്ട് നനങ്ങുന്നു. ഇത് കണ്ട് അവൻ്റെ അടുത്തേക്ക് വന്ന ആൾ അവനെ ഒന്ന് ചെറുതായിട്ട് നോക്കിയപ്പോൾ എംസി അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ ഉണർന്നായിരുന്നോ? ആ കിട്ടിയ അവസ്ഥയിൽ തന്നെ എംസി ആണെങ്കിൽ ആ വന്ന ആളുടെ നേരെ ഫൈറ്റ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. എനിക്ക് എന്താ നടക്കുന്നത് അറിയുന്നില്ല. പക്ഷെ ഇതാണ് എൻ്റെ അവസരം. എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഉണർന്നിരിക്കാൻ സാധിച്ചത് ആ മെഡിസിൻസ് എങ്ങനെ മിക്സ് ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രമാണ്. പെട്ടെന്ന് എംസി കണ്ട് ഞെട്ടുന്നു. എംസിയുടെ പുറത്ത് എന്തോ ഒരു ടെക്നിക്ക് ആരോ ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ പ്രഷർ പോയിന്റ് പ്രസ് ചെയ്തേക്കുവാണ്. എനിക്കിനി മൂവ് ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല. അവൻ എപ്പോഴാണ് എന്നെ ഗ്യാച്ച് എൻ്റെ അടുത്തേക്ക് വന്നത്? ഇതാണോ മാർഷൽ ആർട്സ്? എന്നിട്ട് എംസിനെ അയാൾ ഭിത്തി അങ്ങോട്ടേക്ക് ഇടിക്കുക. എംസിനെ അയാൾ ഫൈറ്റ് ചെയ്യുന്നു. മാർഷൽ ആർട്സ്. ഇയാളാണോ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊന്നൊരാൾ? ഇല്ല, അവർക്ക് രണ്ടുപേർക്കും ഒരേ രൂപമാണെങ്കിലും മറ്റേയാളുടെ മുഖത്ത്, പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊന്നയാളുടെ ഇടത് കണ്ണിൻ്റെ അവിടെ ഒരു പാടുണ്ടായിരുന്നു. അപ്പോൾ അവൾ നടന്നു വരുന്നു. ഗാഡ്, ഇയാളാണത്? യങ് മാസ്റ്റർ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അകത്ത് വെയിറ്റ് ചെയ്യാൻ. ഞാൻ ഒരിക്കലും ഒരു പ്രസന്റ് അകത്ത് വന്നിട്ടില്ല. എനിക്ക് ഒരിക്കലെങ്കിലും ഇതിൻ്റെ അകം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇതിനകത്ത്. ഇവനാണോ ഇത്? ഇവനെ ഒന്ന് നേരെ ഉറപ്പിക്കേ. എനിക്ക് അവൻ്റെ മുഖം ഒന്ന് കാണണം. മാസ്റ്റർ. ആ, ശരിയാണല്ലോ, അവൻ എന്നെ കാണാൻ എന്നെപ്പോലെ തന്നെയാണല്ലോ. അപ്പോൾ എംസി പെട്ടെന്ന് ഞെട്ടുന്നു. എന്നെപ്പോലെ ഇരിക്കുന്ന ഒരുത്തൻ, അതും ഇതുപോലൊരു സിറ്റുവേഷന്. ഇതിനും വേറൊരു ഫേറ്റ്, ഇതിനും ഒരു വീതി വേറെ എന്തെങ്കിലും ഉണ്ടോ? കണ്ടിട്ട് നീ ഒരുപാട് അതിശയിച്ച പോലെ ഉണ്ടല്ലോ. ഞാൻ കേട്ടത് നീ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു എന്നാണല്ലോ. 2 ദിവസം, വെറും 2 ദിവസത്തിനുള്ളിൽ നിന്റെ ശരീരം 4 കീറപ്പെടും. അതാണ് നിനക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ. യെസ്, അത് ജീവിതം ഒരു അൺഫെയറാണ്. ഞാൻ സർവപ്രതാപമുള്ള ഒരു ഇളമുറ തമ്പുരാനും നീ വെറും ഒരു വധശിക്ഷ തടവുകാരനുമാണ്. ഞാൻ നിനക്ക് ഒരു അപൂർവ അവസരം നൽകാം. മഹത്തായ മോക്സോർട്ട് മാനറിലെ 3ാമത്തെ ഇളമുറ തമ്പുരാനാകാൻ നിനക്കൊരവസരം. വേറൊന്നുമില്ല, എനിക്ക് പകരക്കാരനായി ജീവിക്കാൻ നിനക്കൊരവസരം. ഇതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മോക്സോർട്ട് മാനറിലെ സുഖസൗകര്യങ്ങൾക്കിടയിൽ നിനക്ക് കഴിയാം. ഒന്നത്തിൽ പോലും വിചാരിക്കാത്ത ജീവിതമായിരിക്കും അത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമുള്ള അത്രയും പൈസ ഞാൻ നിനക്ക് നൽകാം. എന്നിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ഒരു ഫ്രീ മാൻ ആത് കഴിഞ്ഞാൽ ചെയ്യണമെങ്കിൽ നീ ഇത് കഴിക്കേ. ഇത് വിഷമാണോ? നീ വെറും ഒരു തടവുകാരൻ മാത്രമായിരിക്കെ നിന്നെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കണമെന്ന നീ കരുതിയോ? നീ ജോലി പൂർത്തിയാക്കിയാൽ ഇതിനു വേണ്ടിയുള്ള മറുമരുന്ന് ഞാൻ നൽകും. ഗ്രൻഡ്പാ, എനിക്കൊരു 2ാമത്തെ അവസരം കിട്ടിയിരിക്കുകയാണ്. എംസി ആ മരുന്ന് കഴിക്കുന്നു. നീ എന്ത് ചെയ്യും? ഗ്രാൻഡ്പായ്ക്ക് ഒരു പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം. നിങ്ങൾ ആ അവസരം എനിക്ക് ശരിക്കും തരുമോ? ശരിയായ തീരുമാനം. അവന്റെ പ്രഷർ പോയിന്റും സീലും കൈവര്യങ്ങളും ഇപ്പോൾ അഴിച്ചു മാറ്റിക്കൊള്ളൂ. ഇനി മുതൽ അവൻ തടവുകാരനല്ല. മാസ്റ്റർ, ഞാൻ മുന്നിൽ നടക്കാം. നിങ്ങൾ എന്നെ ശ്രദ്ധാപൂർവ്വം ഫോളോ ചെയ്യും. നീ എന്റെ ഫ്രണ്ടിൽ നടക്ക്. ക്ലിയർ. ശ്രദ്ധയോടെ പിന്നാലെ വരൂ. വാട്ട്? നീ എന്ത് ചെയ്യും? കാർക്കാം. വ്യാജം മരിച്ചിരിക്കുകയാണ്.